ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും ഹക്കീം പന്തല്ലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അറഫയിലാണ്. അറഫാ സംഗമം നടക്കുന്ന അറഫയിലാണ്. അപ്പോൾ ഹാജിമാർക്കുള്ള ഫ്രൂട്ട്സ്, അതുപോലെ കഞ്ഞി, ചോറ്, അതുപോലെ ചെരുപ്പ്, കുട, ഫ്രൂട്ട്സുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വന്നതാണ് അറഫയിലേക്ക്. അപ്പോൾ അത് കൊടുക്കുന്ന വീഡിയോ രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഹാജിമാർ ടെൻറ്റിൻ്റെ ഉള്ളിൽ, ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കടക്കാനുള്ളതില്ല. അപ്പോൾ CCയിൽ നിന്ന് ഞങ്ങൾ 3-4 വാഹനങ്ങളിലായി വന്ന് ഹാജിമാർക്കുള്ള ഫ്രൂട്ട്സും ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആദ്യമായി നമ്മളെ ചാനൽ കാണുന്നവർ ഹക്കീം പന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മക്കയിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അസീസയിൽ നിന്ന് അറഫയിലെത്തി. അപ്പോൾ അറഫയിലെ മെട്രോ സ്റ്റേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹാജിമാരും ടെൻറ്റുകളും അറഫയിലെ വിശേഷങ്ങളുമായി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അറഫ മുതൽ മുസ്തലിഫ, മീനായിൽ വരെ ഉള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ ഹാജിമാർ അറഫ സംഗമം കഴിഞ്ഞ് മഗ്‌രിബിക്ക് ശേഷം മുസ്തലിഫയിലേക്ക് നീങ്ങും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും കാണുക. ഹാജിമാരുടെ ടെൻറ്റുകളാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ. അതുപോലെ ഈ കണ്ടെയ്നറുകളൊക്കെ അവർക്ക് ഹാജിമാർക്ക് കൊടുക്കാനുള്ള ജ്യൂസുകളും, അതുപോലെ ലബൻ, വെള്ളം, അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഐസ്ക്രീം, മറ്റ് ഫുഡ് ഐറ്റംസുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ KMCC പ്രവർത്തകർ ഞങ്ങൾ 4 വണ്ടികളിലായി ഇതുപോലെ പല ഭാഗങ്ങളിലും ഫ്രൂട്ട്സും, കഞ്ഞി, ചോറ്, അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്, അതുപോലെ ചെരുപ്പ്, കുട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ. അപ്പോൾ അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ. പിന്നെ മക്കയിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ സൗദി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു, ഹാജിമാർ 10 മണി മുതൽ 4 മണി വരെ യാതൊരു കാരണവശാലും ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ളത് നിർദ്ദേശം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ടി. അതുപോലെ നല്ല 45 മേലെയാണ് ഡിഗ്രി ചൂടാണ് ഇപ്പോൾ മക്കയിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സൗദി ഗവൺമെൻറ്റിൻ്റെ നിയമം പാലിച്ചിരുന്ന ഹാജിമാർ കാര്യമായിട്ടും അതുപോലെ ടെൻറ്റുകൾ തന്നെയാണ് കഴിച്ചു കൂട്ടിയത്. അപ്പോൾ നമ്മുടെ വീഡിയോ അറഫയിലൂടെ ഉള്ള വീഡിയോസും, അതുപോലെ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് ഹാജിമാരിഞ്ഞ് അറഫ സംഗമം കഴിഞ്ഞ് മഗ്‌രിബിക്ക് ശേഷം മുസ്തലിഫയിലേക്ക് നീങ്ങും. അവിടെ നിന്ന് ജംറയിൽ കല്ലെറിയാനുള്ള കല്ലൊക്കെ പൊറുക്കി അതുപോലെ മീനായിലേക്ക് നീങ്ങും. മീനായിലെ 2-3 ദിവസത്തെ കല്ലേറ് കഴിഞ്ഞാണ് ഹജ്ജിൻ്റെ ഇത് അവർ തവാഫും സയ്യൊക്കെ ചെയ്യാൻ വേണ്ടി അറഫയിലേക്ക് പോകുന്നത്. അതുപോലെ ഹജ്ജ് പൂർത്തിയാകുന്നത്. അപ്പോൾ ഇതുപോലെ ഇതാണ് അറഫയിലെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വെള്ളവും ഭക്ഷണങ്ങളും എല്ലാം ടെൻറ്റിലേക്ക്. ഇപ്പോൾ ചൂട് കുറക്കാൻ വേണ്ടി സൗദി ഗവൺമെൻറ് ഇതുപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളം സ്പ്രേ ചെയ്യുന്നു. അങ്ങനെ ചൂട് കുറക്കാനുള്ള പല പരിപാടികളും സൗദി ഗവൺമെൻറ് ഇതുപോലെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നൊക്കെ ഹജ്ജിന് വന്നവരും ഇതൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കണം. അതുപോലെ പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളെ ദുആയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തും. അതുപോലെ നിങ്ങളുടെ ദുആയിൽ നമ്മളെയും ഉൾപ്പെടുത്തണം. അതുപോലെ ഈ പ്രാവശ്യം വന്ന ഹാജിമാർക്ക് എല്ലാവർക്കും മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്ത് റാഹത്തായി നാട്ടിലെത്താൻ, അവരുടെ കുടുംബങ്ങളിൽ തിരിച്ചെത്താനുള്ള തൗഫീക്ക് നൽകട്ടെ അർഹമുർ റഹ്മാനായ തമ്പുരാൻ. അതുപോലെ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തത് അതിൻ്റെ മുന്നത്തെ വെള്ളിയാഴ്ചയൊക്കെ ഹാജിമാർ അസീസയിൽ നിന്ന് അവരുടെ താമസ സ്ഥലമായ അസീസയിൽ നിന്ന് ഹറമിലേക്ക് പോകുന്നതും നമ്മളെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ബസ്സുകളുള്ളത് 2 റൂട്ടിലൂടെയാണ്. അതായത് അസീസയിലിൻ്റെ 2 ഭാഗങ്ങളിൽ നിന്നായിട്ട്. ഇതുപോലെ പിന്നെ ക്ലോക്ക് ടവറിൻ്റെ കുദായി ചെന്നിട്ട് അവിടെ നിന്ന് ബസ് ഇറങ്ങി ക്ലോക്ക് ടവറിൻ്റെ നേരെ ബാക്കിൽ ചെന്ന് ഇറങ്ങും. അവിടെ നിന്ന് ക്ലോക്ക് ടവറിൻ്റെ താഴെ കൂടെ ചെന്നാൽ നേരെ ഹറമിൻ്റെ മുറ്റത്തേക്കാണ്. അതുപോലെ അസീസയിൽ നിന്ന് തന്നെ മസ്കൂത്ത വഴി അതേമാതിരി അജിയാദിൽ ചെന്നിറങ്ങി നേരെ ഹറമിലേക്ക് പ്രവേശിക്കുക. അതുപോലെ തിരിച്ചുമാണ് 2 വഴിയാണ് ബസ് റൂട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, വീഡിയോ ഇട്ടിരുന്നു. കുദായിൽ നിന്ന് അതുപോലെ മറ്റേ ക്ലോക്ക് ടവറിൻ്റെ താഴെ നിന്നൊക്കെ ബസ് കയറുന്നതും ഇറങ്ങുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതെല്ലാവരും കാണാത്തവർ നമ്മളെ ചാനലിൽ പോയി വീഡിയോ ഒക്കെ എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റ് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതി അറിയിക്കണം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ നിർദ്ദേശങ്ങളും പിന്നെ ഹജ്ജിന് വന്നപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടി കാണാനായി എന്നൊക്കെ പറഞ്ഞ് നല്ല കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിച്ചിരുന്നു. അതുപോലെ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മളെ ദുആയിലൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തും. അതുപോലെ നിങ്ങളും ഞങ്ങൾ വാളണ്ടിയേഴ്സിന് വേണ്ടിയും അത് ഹാജിമാർക്കും വേണ്ടിയും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. KMCCയുടെ പ്രവർത്തകർ ചോറ് കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഹാജിമാരെ അവിടെ ടെൻറ്റുകളിലാക്കി ആ ബസ്സുകൾ നിർത്തിയിട്ട കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ ഇതുപോലെ ബസ്സുകൾ പല ഭാഗങ്ങളിലായിട്ട് ഗ്രൗണ്ട് ഒഴിച്ച് കൊടുത്ത് നിർത്തിയിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ 4 മണിയായാൽ പിന്നെ ഈ ബസ്സുകളൊക്കെ ഇങ്ങനെ ടെൻറ്റുകളുടെ ഓരോ മക്തബിൻ്റെ കീഴിലേക്കുള്ള അങ്ങോട്ട് അടുക്കും. അവിടെ നിന്ന് ബസ്സിൽ കയറ്റി അതുപോലെ മെട്രോയിൽ വന്നവർ മെട്രോയിലുമായിട്ട് മഗ്‌രിബിക്ക് ശേഷം അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്ക് നീങ്ങും. മുസ്ദലിഫയിൽ നിന്ന് ജംറയിൽ കല്ലെറിയാനുള്ള കല്ലുകളൊക്കെ പൊറുക്കി മീനായിലേക്ക് നീങ്ങുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ വീഡിയോ അറഫയിലൂടെ പല ഭാഗങ്ങളിലേക്കും കറങ്ങുന്നതും ഇതുപോലെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ പല ടെൻറ്റിൻ്റെ പല ഭാഗത്തും ചെന്ന് ഭക്ഷണം കൊടുക്കുന്നതും ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഈ വീഡിയോയിൽ. അതുപോലെ ജബലുർ റഹ്മയും കാണാം പോകുന്ന നേരത്ത്. അതിൻ്റെ കുറച്ചടുത്തൂടെ പോകുന്നത് ഞാനിങ്ങനെ സൂം ചെയ്ത് കുറച്ച് എടുത്തിട്ടുണ്ട് അത്. പിന്നെ അതുപോലെ ഞങ്ങൾ മുസ്ദലിഫ വഴി മീനായിലേക്കാണ് പോകുന്നത്. മീനായിലൂടെ അസീസയിലേക്ക് പോകുന്ന അതുവരെ കാണാം. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഹാജിമാരെ അതേമാതിരി ജംറയിൽ കൊണ്ടുപോയി കല്ലെറിയിക്കുന്നതും വീൽ ചെയറും ഒക്കെ ആയിട്ട് നടക്കാൻ കഴിയാത്തവരൊക്കെ ഹാജിമാരെയുമായി KMCC വാളണ്ടിയേഴ്സ് ഇതുപോലെ പിന്നെ ജംറയിൽ പോയി കല്ലെറിയിച്ച് അവരെ ടെൻറ്റുകളിലേക്കാക്കുന്ന വീഡിയോ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യവും പിന്നെ ആ വീഡിയോ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. അതുപോലെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയറും കമൻറ്റും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ഇപ്പോൾ വീഡിയോ ഇത് ഇടുകയാണെങ്കിൽ ഒരുപാട് ഇടാനുണ്ട്. പക്ഷേ നമ്മൾ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് കുറച്ച് ഇട്ടതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ പരമാവധി നല്ല വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾക്കുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതാണ് പറയാനുള്ളത്. ആദ്യമായിട്ട് കാണുന്നതിൽ നമ്മളെ ഹക്കീം പന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇതുപോലെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ അതുപോലെ കമൻറ്റുകൾ എഴുതിയിരുന്നു, നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിച്ചിരുന്നു. ഒരുപാട് ഹജ്ജിന് വന്നവരും ഉംറയ്ക്ക് വന്നവരൊക്കെ ഞങ്ങൾ കണ്ടതായ ആ സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടി കാണാനായി എന്നൊക്കെ പറഞ്ഞ് നല്ല കമൻറ്റുകളൊക്കെ എഴുതിയിരുന്നു. കമൻറ്റ് നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിച്ച എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇപ്പോൾ ഹാജിമാരൊക്കെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് മടങ്ങാൻ തുടങ്ങി. ഇനി മുസ്ദലിഫയിൽ ചെന്ന് കല്ലൊക്കെ പൊറുക്കി ജംറയിൽ എറിയാനുള്ള കല്ലുകളുമായിട്ടാണ് മീനയിലേക്ക് വരുന്നത്. അപ്പോൾ
അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ ഇത് കറങ്ങിക്കൊണ്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു വീഡിയോ ആണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഒക്കെ എല്ലാവരും കാണുക. ജംറയിലേക്ക് കല്ലെറിയിക്കാൻ കൊണ്ടുവന്നതും അതുപോലെ തവാഫ് ചെയ്യാൻ കൊണ്ടുപോകും. നടക്കാൻ കഴിയാത്ത ഹാജിമാരെ, സുഖമില്ലാത്ത ഹാജിമാരെ ഒരുമിച്ച് ഇതുപോലെ KMCC പ്രവർത്തകർ ഹജ്ജ് കഴിഞ്ഞ് അവർ അജിസിയിലെത്തിയാൽ ഹജ്ജിൻ്റെ തവാഫും സയ്യൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ KMCC പ്രവർത്തകർ ഒന്നായിട്ട് 100 വീൽ ചെയറിൽ അവരെ ഇരുത്തി പിന്നെ അത് ഉംറ ചെയ്യിക്കാൻ കൊണ്ടുപോകലുണ്ടായിരുന്നു. തവാഫും സയ്യൊക്കെ ചെയ്യിക്കാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലുണ്ടാകും. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ബാക്കിയുള്ള മ്യൂസിക്കായിരിക്കും. മ്യൂസിക് ഇട്ടാൽ ഇതേപോലെ ചിലതിന് കോപ്പിറൈറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും ഇല്ലാതാവുമ്പോൾ നിങ്ങൾക്ക് കാണാനൊരു ബോറായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും ഇനി കുറച്ച് ഇത് മ്യൂസിക് ഞാനിടാം. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി പറയണത്, നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവർ ഹക്കീം പന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക.